ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിന്റെ ആ ഒരു ലെവലിലോട്ട് ഫസ്റ്റ് ഹാഫ് വന്നിട്ടുണ്ടെങ്കിൽ പോലും വളരെ എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നി. ആദ്യ ഷോകൾ കഴിയുമ്പോൾ എങ്ങും കേരള ബോക്സ് ഓഫീസിൽ മികച്ച റെസ്പോൺസുകൾ സ്വന്തമാക്കി ഷാജി പാപ്പനും കൂട്ടരും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമാ പ്രേമികൾ കാത്തിരുന്ന ആട് 3 ആട് ഫ്രാഞ്ചൈസിയുടെ 3ാം ഭാഗം ഇന്ന് തിയേറ്ററിലോട്ട് എത്തുകയും ബോക്സ് ഓഫീസിൽ മികച്ച വിജയം സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് ആദ്യ ഷോകൾ അവസാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് ശേഷമുള്ള ഫസ്റ്റ് ഷോ റെസ്പോൺസുകളും റിവ്യൂകളും പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രമാണല്ലോ ആട് 3 എന്ന് പറയുന്ന സിനിമ. ഷാജി പാപ്പനും കൂട്ടരുടെ 3ാം വരവിനെയാണ് ചിത്രത്തിലുടനീളം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ജയസൂര്യയ്ക്കൊപ്പം തന്നെ വിനായകൻ, സജി കുറുപ്പ്, സണ്ണി വെയിന്, ഇന്ദ്രൻസ്, വിജയ് ബാബു തുടങ്ങിയ ആദ്യ ഭാഗങ്ങളിൽ എല്ലാ താരങ്ങളും അണിനിരക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാലും വിജയ് ബാബുവിന്റെ ഉടമസ്ഥയുള്ള ഫ്രൈഡേ ഫിലിം ഹൗസും വേണുകുന്നപ്പള്ളിയുടെ കാവ്യ ഫിലിംസുடன் ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു റെക്കോർഡ് പ്രീ സെയിൽ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ആദ്യ ഷോകൾ കഴിയുമ്പോഴും ആ ഒരു റെസ്പോൺസിനോട് മുന്നിട്ട് നിൽക്കുന്നു എന്ന് വേണം പറയാൻ. ചിത്രം ആദ്യ ഷോ കഴിയുമ്പോഴും എങ്ങും മികച്ച റെസ്പോൺസുകൾ തന്നെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുന്നു എന്ന് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് മലയാള സിനിമാ പ്രേമികൾ കണ്ട എക്കാലത്തെ വലിയ വിജയങ്ങളുള്ളതായിട്ട് ആട് 3 മാറും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. എന്തൊക്കെയാണ് ചിത്രത്തിന് ആദ്യ ഷോ കഴിയുമ്പോൾ നേരിയതോതെങ്കിലും ഒരു സമ്മിശ്ര അഭിപ്രായങ്ങൾ ചിത്രത്തിന് ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിലും ആദ്യ 2 ഭാഗങ്ങളെക്കാൾ മുകളിൽ നിൽക്കുകയും പാർട്ട് 2 എത്തി നിൽക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് സർപ്രൈസുകളും ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ തന്നെ തീർത്ത് മുന്നേറുന്ന റെസ്പോൺസുകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാം ഇനിയും കൂടുതൽ ഫാമിലി ഓഡിയൻസും മറ്റുമൊക്കെ ആയിട്ട് എത്തുമ്പോൾ ഈ ഒരു അഭിപ്രായത്തിനകത്ത് ചിത്രം 2026 ആദ്യത്തെ 100 കോടി ചിത്രമായിട്ട് മാറുമെന്നൊക്കെ അറിയാൻ വേണ്ടി ദുരന്തർ 2 വെല്ലുവിളിയാകുമെന്ന് നോക്കാം. അപ്പം നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ആട് 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.